ഹായ് ഹലോ. എൻ്റെ വീഡിയോസിൽ ഒട്ടും റീച്ച് ഇല്ലാത്ത, അതുപോലെ ഒട്ടും സപ്പോർട്ട് ഇല്ലാത്ത, അതല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഒരു വീഡിയോ മേ ബി ഇതായിരിക്കാം. ആൻഡ് ഈ വീഡിയോ കംപ്ലീറ്റ്ലി എൻ്റെ ഒരു മെൻ്റൽ ഹാപ്പിനെസ്, അല്ലെങ്കിൽ എനിക്ക് മെൻ്റലി ഒന്ന് ഓക്കെ ആവാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാണാം, അല്ല എന്നുണ്ടെങ്കിൽ കാണണ്ട, നോ മാറ്റർ. സോ ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. ഐ മീൻ ഡിസേബിൾഡ് ഓർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കമ്മ്യൂണിറ്റി. ഞാൻ അവരുടെ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല, ഒരേ ഒരു പ്രശ്നത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ബിഫോർ ദാറ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. ATM-ൽ റാമ്പില്ല. അതുപോലെ എനിക്ക് അത്യാവശ്യം വേണ്ട, എനിക്കൊരു ക്ലോത്ത് വാങ്ങണം. എനിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് റാമ്പുള്ള സ്ഥലം നോക്കിയിട്ടേ പോയിട്ട് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് നല്ലൊരു ഫുഡ് കഴിക്കണം തോന്നി, ഏത് ഹോട്ടലിലാണ് റാമ്പുള്ളതെന്ന് നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ. എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട ഇടങ്ങൾ നോക്കുമ്പോൾ ഞാൻ നോക്കുന്നത് റാമ്പുള്ള ഇടങ്ങളാണ്. ആക്സസിബിലിറ്റി. ഇപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ അവിടുത്തെ ഏറ്റവും ടേസ്റ്റുള്ള ഫുഡാണ് എന്നെല്ലാം നോക്കുന്നേ അവിടേക്ക് പോകാൻ പറ്റുമോ എന്നാണ്. സെയിം ആസ് ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴേ, അതല്ലെങ്കിൽ എന്തിനു വേണ്ടി പോകുമ്പോഴും ആദ്യം നോക്കുന്ന അവിടുത്തെ ക്വാളിറ്റി, അല്ലെങ്കിൽ അവർ നൽകുന്ന സർവീസ് എത്രത്തോളമാണ് എന്നല്ല, ആസ് എ പേഴ്സൺ അവർക്ക് ഡിസേബിൾഡ് ആയ ഒരാൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. സോ ഇതിനെതിരെ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ മാറ്റിയെടുക്കാനോ ഇതിനെതിരെ സംസാരിക്കാനോ ഇവിടെ ആരും തന്നെ ഉണ്ടാകാറുമില്ല. ഈ ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റ് എന്നൊരു പദ്ധതി ഇപ്പോൾ അടുത്ത് കൊണ്ടുവന്നല്ലോ. അതായത് ഒട്ടും ഉപകാരമില്ലാത്ത, അതല്ലെങ്കിൽ കറൻലി ആവശ്യമില്ലാത്ത ഒരു പദ്ധതിയായിരുന്നു അത്. പക്ഷെ ഈ പദ്ധതി കൊണ്ടുവന്ന എത്ര പേര്, കേരളത്തിലുള്ള എത്ര കോളേജുകൾ, എത്ര ക്യാമ്പസുകൾ ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആണ് എന്ന് ഉറപ്പുവരുത്താൻ നോക്കിയിട്ടുണ്ട്. ഇന്ന് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്, ടെക്സ്റ്റൈൽസ്, ATM, സർക്കാർ സ്ഥാപനങ്ങൾ ലൈക്ക് വില്ലേജ്, പഞ്ചായത്ത്, കോളേജ്, സ്കൂൾസ് തുടങ്ങി ഏത് സ്ഥലം എടുത്ത് നോക്കിയാലും അതിൽ വളരെ കുറച്ച്, മീൻ ലെസ് ദാൻ 10 or something ഒരു ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയ സ്ഥലങ്ങൾ ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു പ്രശ്നത്തിന് മാറ്റം വരുത്താനോ ഒന്നിനും ആരും തന്നെ തയ്യാറാവാറില്ല. അതിന് ഒറ്റ റീസണേ ഉള്ളൂ, ഇത് ട്രെൻഡിങ് അല്ല, അതല്ലെങ്കിൽ പുരോഗമനമല്ല. ട്രെൻഡിങ് അല്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇതിനെ, ഇപ്പം ഞാൻ പറഞ്ഞ ആക്സസിബിലിറ്റി എന്ന പ്രശ്നത്തെ മാറ്റിയെടുക്കാനോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ ആരും തന്നെ തയ്യാറാവാറില്ല. ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ രാപ്പകല് സമരം ചെയ്യുക, അതല്ലെങ്കിൽ പ്രൈഡ് ഷോ നടത്തിയ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ റാമ്പ് ഉണ്ടാക്കുക, സിമ്പിൾ പരിപാടി കഴിഞ്ഞു. പക്ഷെ ഇതുപോലും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരാളും തന്നെ തയ്യാറാവാറില്ല എന്നർത്ഥം. ആൻഡ് ഈ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ്റോ അതല്ലെങ്കിൽ പ്രതിപക്ഷമോ ആരും തന്നെ ഇതിനെതിരെ വോയിസ് റൈസ് ചെയ്യാറില്ല. സോ ഇത്രയും കാര്യങ്ങൾ പറയണം തോന്നി പറഞ്ഞു, അത്രേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ കാണാം, വേണ്ടെന്നുണ്ടെങ്കിൽ കാണണ്ട. ആൻഡ് വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും വേണമെങ്കിൽ ലൈക്ക് ചെയ്യാം, വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, വേണമെങ്കിൽ സബ് ചെയ്യാം, അത്രേ ഉള്ളൂ. സോ എനിവേ ഇന്നത്തെ ഉള്ളൂ. സീ യു സൂൺ, ബൈ.